ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് ഹോണ്ട എക്സ്പ്ലേഡാണ് വണ്ടി. വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ എടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി വണ്ടി മൂവ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട്, മിസ്സിങ്ങിൻ്റെ പ്രശ്നം, പിന്നെ വലി കുറവ്, പിക്കപ്പ് ലോ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ്സ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റാണ്. അപ്പോൾ കാർബറേറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചു. കാർബറേറ്റർ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിലവിൽ അങ്ങനെ മേജറായിട്ടുള്ള പ്രോബ്ലം ഒന്നും കാണുന്നില്ല. പിന്നെ അതിനകത്ത് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഈ ജെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം. പിന്നെയുള്ളത് ഈ ചോക്ക് അസംബ്ലിയാണ്. ചോക്ക് അസംബ്ലി കേബിളിൻ്റെ ഇവിടെ ഔട്ടർ പൊട്ടിക്കണതുകൊണ്ടേ ഈ സൈഡ് ഒരു ഔട്ടർ പൊട്ടൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കേബിള് മാറ്റുക, ഈ സ്ലോ ജെറ്റ് മാറ്റിയിടുക, കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. കാർബറേറ്റർ വെറുതെ പെട്രോളിൽ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല, ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. കാരണം അതിൻ്റെ ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആ ഹോളുകളൊക്കെ ക്ലീനർ അടിച്ചാലാണ് അത് റെഡി ആവുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഈ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ വെള്ളപ്പൊടി പോലെയൊക്കെ വന്നുണ്ട് ഈ സൈഡിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൽ വരുന്ന i20 പെട്രോളിൻ്റെ ഒരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജാണ് സംഭവം. കാരണം അത് ശരിക്കും അതിൻ്റെ ഈ ചെറിയ ജെറ്റിൻ്റെയൊക്കെ വളരെ ചെറിയ ഹോളുകളാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ബ്ലോക്ക് ആവാനായിട്ടൊരു കാരണമാവുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ വണ്ടിക്ക് വന്നേക്കുന്ന കംപ്ലയിൻറ്റ്. പിന്നെ നമുക്കതിൻ്റെ പ്ലഗും എയർ ഫിൽറ്ററും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. പ്ലഗ് പുതിയ പ്ലഗ്ഗാണ് കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. എയർ ഫിൽറ്ററും കമ്പനി ഫിൽറ്ററുണ്ട്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി, വെറുതെ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. പ്രോബ്ലം കാർബറേറ്ററിനകത്താണ്, അത് നമുക്ക് പരിഹരിക്കാം. മാക്സിമം നമുക്കത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റൊക്കെ മാറ്റി റീസെറ്റ് ആയി അത് റെഡി ആയിക്കോളും. അതേപോലെ ആ ചോക്കിൻ്റെ കേബിളും കൂടി പോട്ടത്തിലൂടെ നമുക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഈ വർക്ക് മാത്രമാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. വേറെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻറ്റ്സോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആ കംപ്ലയിൻറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യണേ, വേറെ വർക്കുകളൊന്നും നോക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, നമുക്ക് ഏകദേശത്തെ ചിലവരുന്നൊരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം കേട്ടോ. ഓക്കെ.